കാവ്യകലയെക്കുറിച്ച് ചില നിരീക്ഷണങ്ങൾ. എം.എൻ. വിജയൻ. പ്രവേശകം. കവിത നൽകുന്നത് കേവല ആശയങ്ങളല്ല, അനുഭൂതികളുടെ മായിക ലോകങ്ങളാണ്. പി. കുഞ്ഞിരാമൻ നായരുടെ ഇരുട്ടിലെ മനുഷ്യൻ എന്ന കവിതാഭാഗം നൽകുന്ന വായനാനുഭവങ്ങളെക്കുറിച്ച് ആസ്വാദനക്കുറിപ്പ് എഴുതുക. ഉത്തരം: കൃതിയുടെ ആഴത്തിലിറങ്ങി അനുഭൂതിയുടെ വിശാല ലോകം കണ്ടെത്തുന്നതാണ് ശരിയായ കാവ്യാസ്വാദനം. പരമ്പരാഗതമായ സാങ്കേതികങ്ങളെയും ചട്ടക്കൂടിനെയും വലിച്ചെറിഞ്ഞുകൊണ്ടാണ് പുതുവായന സാധ്യമാകുന്നത്. വ്യംഗ്യഭംഗിയുടെ വിതാനത്തിലേക്ക് വായനക്കാരനെ എത്തിക്കുന്ന കവിതയാണ് പി. കുഞ്ഞിരാമൻ നായരുടെ ഇരുട്ടിലെ മനുഷ്യൻ എന്ന കവിത. ആശയങ്ങൾ കവിതകളാകുമ്പോൾ അതിൽ നവീന ഭംഗികൾ വന്നുചേരുന്നു. ദുഃഖിതനാണ് കവി. എവിടെയും ആശ്രയമില്ലാതെ ജീവിതം തന്നെ അലച്ചിലായി മാറുന്നു. പ്രകൃതിയെ ആരാധിച്ച കവി തൻ്റെ നിസ്സഹായാവസ്ഥ ആവിഷ്കരിക്കാൻ പ്രകൃതിയിൽ നിന്ന് തന്നെ പ്രതീകങ്ങൾ കണ്ടെടുക്കുന്നു. മാറിവരുന്ന ഋതുക്കൾ പ്രേമവേദനകൾ പാകിക്കൊണ്ട് താമരക്കുളങ്ങൾ തൻ വക്കിലെ തോപ്പിലൂടെ പോകുന്നു. ഈ മനോഹര സങ്കല്പത്തിൽ മനുഷ്യഭാവം പ്രകൃതിയിലേക്ക് പകർന്നു നൽകുന്നു. പാട്ടിൻ്റെ തോണിയേറി മെല്ലെ തുഴയുന്ന പക്ഷികളും പരമാനന്ദത്തിൻ്റെ അമൃതം തേടി സമാധിയിലായ ഗംഭീര മലകളും മനുഷ്യാവസ്ഥകളുടെ പല മുഖങ്ങളാണെന്നറിയുമ്പോൾ കവിതയ്ക്ക് സവിശേഷമായ ഭാവസൗന്ദര്യം കൈവരുന്നു. പുറത്താക്കപ്പെട്ട ഒരാളാണ് കവിതയിലെ ആഖ്യാതാവ്. മുൻപ് നടന്ന സംഭവങ്ങളിലുള്ള പശ്ചാത്താപം ഇതിൽ പ്രകടമാണ്. പ്രകൃതിയിൽ നിന്ന് അന്യനാകുന്ന മനുഷ്യൻ്റെ വേദനയും കവിയെ അലട്ടുന്നു. ചെടികളുടെ വിത്ത് പാകുന്നത് പോലെയാണ് ഋതുക്കൾ പ്രേമവേദന പാകുന്നത്. വിത്തുകൾ മുളച്ച് വലുതാകുന്നത് പോലെ പ്രേമവേദനയും നശിക്കാതെ വളരുന്നു. പാട്ടുപാടി പറക്കുന്ന പക്ഷികൾ ഗാനനൗക തുഴഞ്ഞു പോകുന്നതായി സങ്കല്പിക്കുന്നു. അനക്കമറ്റു നിൽക്കുന്ന മലകൾ സമാധിയിലിരിക്കുകയാണ്. മനുഷ്യ മനസ്സിലുണ്ടാകുന്ന അസ്വസ്ഥതകളൊന്നും അവയ്ക്കില്ല. ആനന്ദം മാത്രമാണ് അവ തേടുന്നത്. കവിതയിൽ മുഴുകുന്നത് സമാധിയിൽ എന്നതുപോലെ ആനന്ദം നൽകുന്നു. ധ്യാനാത്മകമായ ആ അന്തരീക്ഷത്തിലേക്ക് അലിഞ്ഞു ചേർന്ന് കവിത സമാധിയിൽ അലിയാൻ കവിയും കൊതിക്കുന്നു. അശാന്തമായ മനസ്സിൽ നിറയുന്ന വെളിച്ചമാണ് അദ്ദേഹത്തിന് കവിത. പ്രകൃതിയിൽ അലിഞ്ഞ് കവിതയിൽ ധ്യാനസ്ഥനായി പരമാനന്ദമടയാനാണ് കവി ആഗ്രഹിക്കുന്നത്. വ്യംഗ്യമായ ആശയം സംവേദനം ചെയ്യുന്നതിനായി കവി പ്രകൃതിയിൽ നിന്ന് പ്രതീകങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. പ്രകൃതിബിംബങ്ങളിലൂടെ ദൃശ്യബിംബങ്ങളിലൂടെ അനുവാചകനെ അസാധാരണമായ അനുഭൂതികളുടെ മായിക ലോകത്തേക്ക് എത്തിക്കുന്നു. പാഠസംഗ്രഹം. മലയാളത്തിലെ പ്രമുഖ മനോവിജ്ഞാനീയ നിരൂപകനും പ്രഭാഷകനുമാണ് ശ്രീ എം.എൻ. വിജയൻ. മനഃശാസ്ത്രം, തത്വശാസ്ത്രം, സാമൂഹിക ശാസ്ത്രം എന്നിവ സാഹിത്യ നിരൂപണത്തിലും സാമൂഹിക വിമർശനത്തിലും പ്രയോഗിച്ചു. നിരൂപണത്തിൽ പുതിയൊരു അപഗ്രഥന രീതി സൃഷ്ടിച്ചു. ചിതയിലെ വെളിച്ചം, ശീർഷാസനം, വാക്കും മനസ്സും തുടങ്ങിയവ പ്രധാന കൃതികളാണ്. കവിതാ നിരൂപണത്തെക്കുറിച്ചും പാരായണത്തെക്കുറിച്ചുമുള്ള പഴയ ധാരണകൾ പൊളിച്ചെഴുതുന്ന ലേഖനമാണ് പാഠഭാഗം. മാറിയ കാലത്ത് കവിതകൾ വായിക്കേണ്ടത് പുതിയ ഉൾക്കാഴ്ചയോടെയാണെന്ന് ലേഖകൻ പറയുന്നു. കവിതയിൽ ആവിഷ്കരിച്ചിരിക്കുന്ന പദങ്ങളും സന്ദർഭങ്ങളും അതത് കാലത്തെ സാമൂഹിക അന്തരീക്ഷവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പദങ്ങളുടെ നൃത്തമാണ് കവിത. അർത്ഥഗർഭമായി വാക്കുകളെക്കൊണ്ട് നൃത്തം ചെയ്യിക്കലാണ്. പറയാനുള്ളത് നേരെ ചൊവ്വേ പറയുന്നത് കവിതയാകില്ല. ഒന്നിലധികം അർത്ഥം ഒളിച്ചു വയ്ക്കുന്ന വാക്കുകൾ തിരഞ്ഞെടുത്ത് അത്ഭുതകരമായി വിന്യസിക്കുന്നതാണ് ഉത്തമ കവിത. വൈലോപ്പിള്ളിയുടെ സഖ്യൻ്റെ മകൻ എന്ന കവിതയിലെ പൊൽത്തിടം
പൊൽത്തിടമ്പേറി ദേവൻ പെരുമാറുമപ്പരും മസ്തക കടാഹത്തിൽ മന്ത്രിപ്പൂ പിശാചുക്കൾ എന്ന വരികൾ ഉദ്ധരിച്ചുകൊണ്ട് ലേഖകൻ തൻ്റെ വാദങ്ങളെ സാധൂകരിക്കുന്നു. കേറ്റി എഴുന്നള്ളിച്ച ആനയുടെ മദം പൊട്ടി എന്ന ആശയം പ്രകാശിപ്പിക്കാൻ കവി സ്വീകരിച്ചിരിക്കുന്ന പദങ്ങളെ വിശകലനം ചെയ്യാം. ദേവൻ പെരുമാറുന്ന മസ്തകം ഫ്രോയിഡിൻ്റെ സൂപ്പർ ഈഗോയെ ഓർമ്മിപ്പിക്കുന്നു. കാതിൽ പിശാചുക്കൾ മന്ത്രിക്കുന്നത് ഉൽപ്പത്തിക്കഥയിലെ സങ്കല്പത്തെയും കൊണ്ടുവരുന്നു. ഇങ്ങനെ മനഃശാസ്ത്രപരവും പൗരാണികവുമായ മാനങ്ങൾ ഒരുമിച്ച് ചേരുന്നു. ആധുനിക മനുഷ്യൻ്റെ മാനസികാവസ്ഥയിൽ ആ മൃഗം എത്തിച്ചേരുന്നു. ലളിതമായ പദങ്ങൾ പ്രാസവും വൃത്തവും ഒപ്പിച്ച് നിരത്തുന്നതായിരുന്നു പഴയ കവിതകൾ. വികസിതമായ വിജ്ഞാനവും അനുഭൂതി മണ്ഡലങ്ങളും കവിതയെ സങ്കീർണമാക്കിയിരിക്കുന്നു. കാവ്യങ്ങളുടെ ആവിഷ്കാരത്തിലും ആസ്വാദനത്തിലും നവീനത കൈവരിക്കുന്നു. അവ്യവസ്ഥിത്വം കവിതയുടെ ഏറ്റവും നല്ല ഗുണമായി വിലയിരുത്തപ്പെടുന്നു. അർത്ഥമുള്ളതല്ല, അതിനപ്പുറമുള്ളതാണ് കവിത. വാക്കുകൾ അനേകം അർത്ഥങ്ങളെ നിഷ്പാദിപ്പിക്കണം. പേന, തൂലിക എന്നീ പദങ്ങൾ ഉദാഹരിച്ച് അവ്യവസ്ഥിത്വം വ്യക്തമാക്കുന്നു. പേന എഴുതാനുള്ള ഉപകരണം മാത്രമേ ആകുന്നുള്ളൂ. അതിൽ കവിഞ്ഞ ആശയമൊന്നും ആ പദം ഉണ്ടാക്കുന്നില്ല. എന്നാൽ തൂലിക എന്ന വാക്ക് തൂവലിനെ ഓർമ്മിപ്പിക്കുന്നു. അതിരുന്ന പക്ഷി, പറിച്ചെടുക്കുമ്പോഴുണ്ടാകുന്ന വേദന എന്നിങ്ങനെ ഒന്നിലധികം കാര്യങ്ങൾ നിഷ്പാദിപ്പിക്കുന്നു. തൂവലിലൂടെ വിരിയുന്നത് ജീവരക്തം തന്നെയാണ്. കവികൾ സ്വീകരിക്കുന്ന പദങ്ങൾ, പ്രയോഗിക്കുന്ന ബിംബങ്ങൾ എന്നിവയുടെ അർത്ഥം നിർണയിക്കുന്നത് അതത് കാലത്തെ ചരിത്ര സംഭവങ്ങളാണ്. കല്യാണ സൗഗന്ധികം തുള്ളലിൽ കുഞ്ചൻ നമ്പ്യാർ വാഴപ്പഴങ്ങളെ വൈഡൂര്യവും ഗോമേതകവുമൊക്കെയായി കൽപ്പിക്കുന്നു. എന്നാൽ ചങ്ങമ്പുഴയ്ക്ക് അങ്ങനെ സങ്കല്പിക്കാൻ കഴിയില്ല. മാറിയ സാമൂഹ്യ സാഹചര്യത്തിൽ ജന്മികുടിയാൻ ബന്ധത്തിലെ അനീതിയുടെ വേദനയാണ് വാഴക്കുല അദ്ദേഹത്തിന് നൽകിയത്. മേഘത്തെ കാളിദാസൻ കാമുകൻ്റെ സന്ദേശവാഹകനായി കൽപ്പിക്കുന്നു. വള്ളത്തോളാകട്ടെ നൂൽ നൂൽക്കുന്നതിനുള്ള പരുത്തിയായും കാണുന്നു. കവികൾ സ്വീകരിക്കുന്ന പദങ്ങളുടെ അർത്ഥം നിർണയിക്കുന്നത് അതത് കാലഘട്ടത്തിലെ സാമൂഹ്യ സാഹചര്യം കൂടിയാണ്. കാർമേഘം ഉത്തരേന്ത്യയിൽ അനുരാഗം ഉണർത്തുന്നു. വർഷത്തിൽ 4-5 മാസം മഴയുള്ള കേരളത്തിൽ കാർമേഘം കാണുമ്പോഴെല്ലാം അനുരാഗം തോന്നിയാൽ മറ്റൊന്നിനും നേരം കാണില്ല. എല്ലാവരും ഒരേപോലെ കാണാത്തതാണ് കവികൾ തിരഞ്ഞെടുക്കുന്ന സിംബലുകൾ. ഓരോ കവിയും തന്നിഷ്ടം പോലെ പുതിയ ലോകങ്ങൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നു. അനുഭവങ്ങളുടെ നവങ്ങളായ പുതുലോകങ്ങൾ സൃഷ്ടിക്കുന്നവരാണ് മഹാകവികളെന്ന് എം.എൻ. വിജയൻ സൂചിപ്പിക്കുന്നു.